സ്വാഗതം. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടാണ് എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത്. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതൊന്ന്. സെക്കൻഡ്, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ശരിക്കും നിങ്ങൾക്കൊരു വിവാഹ ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം, കുട്ടികൾ, കുടുംബം, ഒരാളുമായിട്ടൊരു കുടുംബം ഉയർത്തുക, ഇതിനുള്ള പ്രിപ്പയർനെസ് ആയിട്ട് വേണം. അല്ലാതെ ഒരിക്കലും ഒരു വെഡ്ഡിങ് ഇവൻറ്റിന് വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ എനിക്ക് സേവ് ദ ഡേറ്റ് കിട്ടും, എനിക്ക് കുറേ റീൽസ് എടുക്കാൻ പറ്റും, എനിക്ക് ഹൽദി, മെഹന്തി, സംഗീത്, പ്രൊഫഷണൽ മേക്കപ്പ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഡാൻസ്, ഇതെല്ലാം പറ്റും. ഇല്ല, അതിനു വേണ്ടി ആയിരിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ എൻജോയ് ചെയ്തോ, യു ക്യാൻ ഹാവ് എ ബ്ലാസ്റ്റ് അറ്റ് യുവർ വെഡിങ്. പക്ഷേ അതിനു വേണ്ടി മാത്രം കല്യാണം കഴിക്കരുത്. കാരണം റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. പിന്നെ രണ്ടാമത്തത്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അനിവാര്യമാണ്. യു ഹാവ് ടു ബി ഫൈനാൻഷ്യലി സ്ട്രോങ്. ഭർത്താവിൻ്റെ വീട്ടുകാരെയോ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരെയോ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിച്ചു ജോലിക്കൊക്കെ പോകാൻ. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരിക്കലും ആ ആളുടെ വീട്ടിലെ കടം തീർക്കാൻ വേണ്ടി ആവരുത്. ഓക്കെ, യെസ്, യു ഹാവ് ടു ലവ് ദം ലൈക്ക് യുവർ ഓൺ ഫാമിലി. പക്ഷേ അറ്റ് ദ സെയിം ടൈം സം സേവിങ്സ് കാര്യങ്ങൾ ഒക്കെ വേണം. പിന്നെ ഭർത്താവുമായിട്ട് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ, അതൊന്നും കുഴപ്പമില്ല. വീട്ടുകാർ ചെറുതായിട്ടൊക്കെ ഇറിറ്റേറ്റ് ചെയ്യണം, അതെല്ലാം. പക്ഷേ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് പോകണം. നിങ്ങൾക്കിനി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇനി ആത്മഹത്യ ഒരു വഴിയുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ പേരൻസിനെ വിളിക്കായിരിക്കാം. പക്ഷേ പേരൻസിന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ലെങ്കിലോ, അവർക്ക് സൊസൈറ്റീനെയാണല്ലോ പേടിയെങ്കിലോ, അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇറങ്ങിപ്പോകാനും ഒരു PG അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ജോലി ശരിയാവണ വരെ പിടിച്ചു നിൽക്കാൻ കുറച്ചെങ്കിലും സമ്പാദ്യം കയ്യിൽ വേണം. നിങ്ങൾക്ക് കൊട്ടപ്പടി ഗോൾഡും സ്വർണ്ണവും ക്യാഷും തന്നാണ് നിങ്ങളെ കെട്ടിച്ചേക്കണമെങ്കിൽ കുറച്ച് നിങ്ങൾ മാറ്റിവെക്കണം. ഭർത്താവിൻ്റെ വീട്ടുകാരറിയാതെ, ഭർത്താവ് അറിയാതെ, സ്വന്തം പേരൻസ് അറിയാതെ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ദാറ്റ് ഇസ് ഫോർ യുവർ സസ്റ്റനൻസ് ഭാവിയിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്കൊരു സ്കില്ല് വേണം. നിങ്ങളുടെ എഡ്യൂക്കേഷന് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നതിൽ എന്തിന് ആ ഒരു തോന്നൽ വേണ്ട. ശരി, പേരിന് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട്, ഒരു PG വരെ ഉണ്ടെന്ന് ഓർത്തോ. പക്ഷേ നിങ്ങൾക്ക് ഒരു സ്കില്ല് വേണം. അത് ടീച്ചിങ് ആവാം, കുക്കിംഗ് ആവാം, അത് സ്റ്റിച്ചിങ്, ടേക്കിംഗ് ട്യൂഷൻസ്, ഒന്നും അല്ലെങ്കിലും നാളൊരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു പോഷ് ഏരിയയിൽ ഏതെങ്കിലും ഒരു ഹൈഫൈ ഫ്ലാറ്റിൽ എനിക്ക് ജോലിക്ക് പോകാനും മടിയില്ല എന്നുള്ളൊരു മനസ്സെങ്കിലും നിങ്ങൾക്ക് വേണം. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ഫ്ലാറ്റിലെ സെർവൻസിന് ഭയങ്കര ഡിമാൻഡാണ്. അവർക്ക് നല്ല ക്യാഷ് കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, ക്ലോത്ത്സ് കിട്ടുന്നുണ്ട്, ദേ ഡൂയിങ് വെരി വെൽ. സോ ആ ഒരു മനസ്സെങ്കിലും നിങ്ങൾക്ക് വേണം. സോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സ്കിൽ ആൻഡ് വെഡ്ഡിങ്ങിനെ ഒരു ഇവൻ്റായിട്ട് കാണാതെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് കാണുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾ പൂർണ്ണ മനസ്സോടെ, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ, ഈ വിവാഹ ജീവിതത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട്, നിങ്ങളെ കൊണ്ട് ഒട്ടും നിങ്ങളൊരു ട്രാപ്പിൽ പെടില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം കുട്ടികളെ ഈ ലോകത്തോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഈ ലോകത്തോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ജീവിതം ദുസ്സഹമാക്കരുത്. അവസാനം വീട്ടുകാർ സപ്പോർട്ടില്ല, കുഞ്ഞ് എല്ലാം കൂടെ കണ്ട് എത്രയോ അമ്മമാരാണ് കുട്ടികളായിട്ട് ആത്മഹത്യ ചെയ്യണത്. സോ ഇതെല്ലാം നോക്കി ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ശരി, നിങ്ങൾക്കൊരു പക്ഷേ ഒരു നല്ല വിവാഹ ജീവിതം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അറ്റ്ലീസ്റ്റ് യു ആർ സർവൈവിങ്. കുട്ടികൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ വേറൊരു കുഞ്ഞിനെയും